ആദ്യം തന്നെ ഇതിലൊന്നിലും പെടുത്താൻ എനിക്ക് പറ്റാത്ത എന്നെ അങ്ങ് അമ്പരപ്പിച്ച് കളഞ്ഞ ചില ചിത്രങ്ങൾ ഞാൻ ഈ വർഷം കണ്ടിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട പടം എന്ന് പറയുന്നത് ആട്ടം എന്ന് പറയുന്നൊരു മൂവിയാണ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഒരുപക്ഷെ നമ്മുടെ അവാർഡ് ഒക്കെ അനൗൺസ് ചെയ്ത സമയത്ത് ഈ പടത്തെക്കുറിച്ച് കൂടുതൽ എല്ലാവരും കേൾക്കാനിടയായിട്ടുണ്ടാവും. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ, എനിക്കൊന്നും അറിയത്തില്ല, ഇങ്ങനൊരു പടം റിലീസായതുപോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ OTT-യിലൂടെ ഇങ്ങനെ ഓടിച്ചോടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബൈ ചാൻസ് ക്ലിക്ക് ചെയ്ത് കണ്ട ഒരു പടമാണ്. എനിക്ക് ഈ വർഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു. അതിൽ ഒരുവിധപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ പുതുമുഖങ്ങളോ അല്ലെങ്കിൽ വളരെ ചെറിയ റോളുകൾ അഭിനയിക്കുന്നവരായിട്ടുള്ള ആളുകളാണ്. മൊത്തം പുരുഷന്മാരുള്ള ഒരു നാടക ട്രൂപ്പിലെ ഒരു ഏക വനിതയായിട്ട് ഒരു പെൺകുട്ടി. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണണം. മനുഷ്യ മനസ്സ് സഞ്ചരിക്കുന്ന രീതികൾ, മനുഷ്യന് ശരിയേത് തെറ്റേത് എന്ന് അറിയുമ്പോഴും എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യം എന്താണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാനുള്ള മനുഷ്യ മനസ്സിൻ്റെ ആ ഒരു ചാഞ്ചാട്ടം, അവിടെ നന്മ തിന്മകളുടെ ആ ഒരു രേഖയൊക്കെ ബ്ലേഡായി പോകുന്നൊരവസ്ഥ, ഓരോരോ വ്യക്തിയും ഓരോരോ സാഹചര്യത്തിൽ പെരുമാറുന്ന രീതി, ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഈ പ്രശ്നം നടന്നത് സ്വാഭാവികമായിട്ടൊരു പ്രശ്നം ഒരു മൂവിയിൽ നടക്കുമ്പോൾ വോട്ട് വി എക്സ്പെക്ട്, ആ മൂവി എൻഡ് ചെയ്യുമ്പോഴേക്കും ആരാണ് ആ ചെയ്ത വ്യക്തി എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഇത് അതിൽ കണ്ടുപിടിക്കപ്പെടുന്നില്ല. പക്ഷെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും കുറ്റക്കാരായി മാറുന്ന വളരെ വിചിത്രമായ എന്നാൽ നമുക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരു പടമാണ് ആട്ടം എന്ന മൂവി. OTT-യിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമാക്കി കളയരുത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്.